ഫെബ്രുവരി 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി.ഡി. സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അവിടെ നിന്നും 2 ആംബുലൻസുകളായി വി.ഡി. സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ? സാർ, അത് റെക്കോർഡിൽ കിടക്കട്ടെ, റെക്കോർഡിലൊന്നും മാറ്റണ്ട, അത് കിടക്കട്ടെ. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഗുരുതര അഴിമതി ആരോപണം. കേരയിൽ പദ്ധതിയെ തകർക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് 150 കോടി ലഭിച്ചെന്ന് പി.വി. അൻവർ എം.എൽ.എ ആരോപിച്ചു. 150 കോടി ശീതീകരിച്ച മത്സ്യം കയറ്റിവന്ന ലോറികളിലും ആംബുലൻസുകളിലുമായി എത്തിച്ചുവെന്നും പി.വി. അൻവർ വെളിപ്പെടുത്തി. കർണാടകയിലെ IT ലോബിക്ക് വേണ്ടി കേരയിൽ പദ്ധതിയെ എതിർത്താണ് 150 കോടി വി.ഡി. സതീശൻ കൈപ്പറ്റിയതെന്നാണ് നിയമസഭയിൽ പി.വി. അൻവർ ആരോപിച്ചത്. വ്യക്തമായ മറുപടി നൽകാതെ ആരോപണം തള്ളിക്കളയുന്നുവെന്ന നിലപാടാണ് സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. 2 മണിക്കൂർ നീണ്ട ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ കേരളത്തിൻ്റെ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടപടി കോൺഗ്രസും UDF-ഉം പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP-യുടെ താളത്തിന് കോൺഗ്രസ് എന്തിന് പക്കവാദ്യം വായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. തനിക്കെതിരെ പല ആരോപണങ്ങളും വന്നു. നേരത്തെ ഭാര്യയ്ക്കെതിരെ, ഇപ്പോൾ മകൾക്കെതിരെ. കരങ്ങൾ ശുദ്ധമായതുകൊണ്ട് അതൊന്നും ഏശില്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് പി.വി. അൻവർ MLA CPIM, N. ശ്രീകുമാർ വീക്ഷണം മുൻ എഡിറ്റർ, ഡോക്ടർ പ്രേംകുമാർ ഇടത് നിരീക്ഷകൻ. ആദ്യം ശ്രീകുമാറിലേക്ക്. ശ്രീ അൻവർ MLA ചർച്ചയിലേക്ക് എത്തുന്നു. ശ്രീ N. ശ്രീകുമാർ, നിയമസഭയിൽ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ എഴുതിക്കൊടുത്ത് ഉന്നയിച്ച വളരെ വലിയൊരു അഴിമതി ആരോപണമാണ് ഇന്ന് പി.വി. അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. 150 കോടിയാണ് ഇലക്ഷൻ ഫണ്ടായി 3 ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റിയത്. അതിൻ്റെ പിന്നിലത്തെ കാരണവും അദ്ദേഹം ആ ആരോപണത്തിൻ്റെ ഭാഗമായി വെളിപ്പെടുത്തുകയുണ്ടായല്ലോ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. നിങ്ങളുടെ സ്റ്റുഡിയോയിലത്തെ ബഹളം കാരണം കേൾക്കാൻ പറ്റില്ല. ചോദ്യം എന്താണെന്ന് മനസ്സിലായില്ല. അതെ, ഒന്നുകൂടി വേണോ, പറയണോ? ഹലോ അതായത് നിയമസഭയിൽ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ പി.വി. അൻവർ MLA എഴുതിക്കൊടുത്തുന്നയിച്ച അഴിമതി ആരോപണം, വളരെ ഗുരുതരവുമായിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് പ്രതിപക്ഷ നേതാവിന് നേരെ ഇന്നുണ്ടായത്. 150 കോടി. അതിൻ്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അത് വന്ന വഴി വെളിപ്പെടുത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളുണ്ട്. വളരെ ഗുരുതരമായ, വളരെ ഗൗരവമായ ഒരു ആരോപണമാണല്ലോ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നേരിടുന്നത്. ശരത്തെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. നിങ്ങളുടെ സ്റ്റുഡിയോയിലെ ബഹളം കാരണം എനിക്കിങ്ങോട്ട് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ 2-3 വട്ടം പറഞ്ഞത്. അതായത് നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് ആർക്കും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാവുന്ന സംവിധാനമുണ്ട്. അതോടെ നിൽക്കട്ടെ. രണ്ടാമത്തെ, ഹലോ, കേൾക്കാം ശ്രീകുമാർ, നന്നായി കേൾക്കാം, സംസാരിച്ചോളൂ. ഹലോ, എനിക്ക് നന്നായി കേൾക്കാം, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, എനിക്ക് നിങ്ങളുടെ സ്റ്റുഡിയോയിലെ ബഹളമാണ് എൻ്റെ ചെവിയിൽ മുഴുവൻ കേൾക്കുന്നത്. ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടില് സാധാരണഗതിയില് വസ്തുതാപരമായിട്ട് അതെ, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അത് പ്രൊഡക്ഷൻ റൂമിലെ ബഹളമല്ല, എന്തോ ചില സാങ്കേതിക തടസ്സങ്ങൾ ആ ലൈനിൽ കടന്നു വരുന്നത് കൊണ്ടാണ് അത് പരിഹരിക്കാൻ നോക്കുന്നുവെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ MLA നമ്മുടെ ഈ ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. നിയമസഭയുടെ, അദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ ഒരു ടോണുണ്ട്, നിയമസഭയുടെ ഒരു പരിരക്ഷയിൽ നിന്നുകൊണ്ട് ഉന്നയിച്ച ആരോപണം എന്നൊരു ഒഴിവുകഴിവ് അതിൽ സ്വീകരിക്കുക സ്വാഭാവികമാണ്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് ഇത് കേട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് സഭയിലെടുത്ത ഒരു സമീപനം
അത് ഏത് നിലയ്ക്കാണ് താങ്കൾ വിലയിരുത്തുന്നത്? അദ്ദേഹം അതിനെ തള്ളിക്കളയുന്ന മട്ടിലാണ്. അതിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം അദ്ദേഹത്തിൽ നിന്ന് വന്നതായി താങ്കൾക്ക് തോന്നിയോ? വി.ഡി. സതീശൻ അതിസമർത്ഥനായ, അതീവ കൗശലക്കാരനായ പബ്ലിക് സ്പീക്കറാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൗശലം നമ്മൾ കണ്ടിട്ടില്ല. അന്ന് ഇദ്ദേഹവും KPCC പ്രസിഡന്റും കൂടെ മൈക്കിന് കുട്ടികളെ പോലെ നാട്ടുകാരുടെ മുന്നിൽ തല്ലുകൂടി അടികൂടിയത് കെ സുധാകരൻ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെ ലീക്ക് ചെയ്തിട്ട് വലിയ വിഷയമായപ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. കാരണം കെ സുധാകരൻ ഒരേ ഒരു നിർബന്ധം, എന്നെ ഗുരുവായി അംഗീകരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല പറ്റില്ല പറ്റില്ല, അതുകൊണ്ട് ഞാൻ സംസാരിക്കും ആദ്യം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആ ബ്രീഫിങ്ങിന്റെ അവസാനം നമ്മൾ കണ്ടില്ലേ, ഏതൊരു പത്രപ്രവർത്തകർ എന്റെ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞിട്ട് വി.ഡി. സതീശന്റെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും ഉളുപ്പില്ലാതെ കളവിങ്ങനെ പറയാൻ പറ്റുന്നത്? ചിരിച്ചുകൊണ്ട്. ആ കാര്യത്തിൽ വി.ഡി. സതീശൻ ഗംഭീരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിരിക്കണോ കരയണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 150 കോടി രൂപ ഇദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടോ? അത് കണ്ടെയ്നറിലാണോ വന്നത്? അത് ബാംഗ്ലൂരിലേക്കാണോ കൊണ്ടുപോയത്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിന്റെ നിങ്ങളെ പോലെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ദിവസം തന്നെ മറ്റൊരു പ്രസ്താവന വളരെ പ്രാധാന്യം അർഹിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ, കേരയിൽ വരില്ല, അത് വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്, BJPക്കാര് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള സമരം കേരളത്തിൽ നടക്കുന്ന സമയത്ത് അന്നൊക്കെ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞിരുന്ന കാര്യമാണ്, കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതി മുന്നുണ്ടായിരുന്ന UDFന്റെയും LDFന്റെയും ഗവൺമെന്റുകൾ പലതരത്തിൽ ആവിഷ്കരിക്കുകയും റിസർച്ച് നടത്തുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പദ്ധതി. ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ളത് ഹൈസ്പീഡ് ട്രെയിൻ എന്നുള്ളത് സെമി ഹൈസ്പീഡ് ട്രെയിനായി വന്നിട്ടുള്ളതാണ്. ഇത് കേരളത്തിൽ നടക്കരുത് എന്ന് ആലോചനയുള്ള ഒരൊറ്റ വർഗം മാത്രമേ ഉള്ളൂ, അത് സംഘപരിവാരാണ്. അവർ കേരളത്തിൽ വെള്ളപ്പൊക്കം, നമ്മുടെ പ്രളയത്തിന്റെ കാലത്തും ഇത് തന്നെ പറഞ്ഞതാണ്, 5 പൈസ കേരളത്തിന് കൊടുക്കരുത് എന്ന് പ്രചരിപ്പിച്ചിരുന്ന കേരള വിരുദ്ധരായിട്ടുള്ള ആളുകളാണ്, മനുഷ്യവിരുദ്ധരായിട്ടുള്ള ആളുകളാണ്. അവരുടെ കൂടെ കൂടുകയായിരുന്നു കേരളത്തിലെ UDF ഒന്നാകെ, കേരളത്തിലെ മുസ്ലിം ലീഗ്, കേരളത്തിലെ ഒരുവിധപ്പെട്ട ഇടതുപക്ഷ വിരോധം ബാധിച്ച കാരശ്ശേരി പോലെയുള്ള കരട് സാംസ്കാരിക നായകന്മാര്, കുറെ കവികൾ, ഇടതുപക്ഷമാണെന്ന് വല്ലാതെ നടിക്കുന്ന കുറെ ബുദ്ധിജീവികൾ, പരിസ്ഥിതിവാദികൾ, ഇങ്ങേയറ്റ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരെയുള്ള ആളുകൾ. ഇത് കംപ്ലീറ്റ് സംഘപരിവാറിന്റെ ഗ്രാൻഡ് പ്ലാൻ ആയിരുന്നു എന്ന് കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരർത്ഥത്തിൽ ശുദ്ധനായിട്ടുള്ള ഒരാള്, അതായത് ഞാൻ കഴിച്ചത് ഉള്ളിക്കറിയാണ് എന്ന് പറയുന്നത് പോലെ, നല്ല മീൻകറിയും പൊറോട്ടയും കഴിച്ചിട്ട് ശബരിമലയ്ക്ക് ദർശനത്തിന് പോകുന്ന പോലെയുള്ള നിഷ്കളങ്കനായിട്ടുള്ള കെ സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പൊ ഒരു കാര്യം വളരെ 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 വ്യക്തമാണ്, കേരളത്തിന്റെ സമഗ്ര വികസനത്തിന്, അത് IT റിലേറ്റഡ് വികസനം തന്നെയാണ്. കാരണം കേരളത്തിന് ഇനി പുരോഗതിയിലേക്ക് നീങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും, ശരത്തിന് അറിയാതിരിക്കില്ല, മെയ്ഡ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞൊരു ടേം ഇപ്പൊ സോഫ്റ്റ്വെയർ മേഖലയിലുണ്ട്. അത് IBMന്റെ കൊച്ചി സെന്റർ വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഡക്ട്സ് ആണ് മെയ്ഡ് ഇൻ കൊച്ചി എന്നുള്ളത്. പണ്ട് മെയ്ഡ് ഇൻ ബാംഗ്ലൂർ എന്നുണ്ടായിരുന്നത് പോലെ, മെയ്ഡ് ഇൻ സിലിക്കൺ വാലി എന്നുണ്ടായിരുന്നത് പോലെ മെയ്ഡ് ഇൻ കൊച്ചി എന്നുള്ളത്. IT എന്നുള്ളതാണ്. ITക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ബാക്ക് ബോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് K-ഫോൺ എന്നുള്ള സംവിധാനത്തിലൂടെ. അതല്ലാതെ അതിനു മുന്നേയും പല കമ്പനികളുടെ BSNLും റിലയൻസും എയർടെലും അടക്കമുള്ള കേരളത്തിന് വളരെ വൈഡായിട്ടുള്ള ഒരു ഡിജിറ്റൽ നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷെ നമുക്കില്ലാത്തത് ഒരു ഫിസിക്കൽ ലോജിസ്റ്റിക്സിന്റെ നെറ്റ്വർക്കാണ്. നമ്മുടെ റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പാരലായിട്ട് തന്നെ സിൽവർ ലൈൻ പോലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി എന്നുള്ളത് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിരുന്നു. പക്ഷേ കൃത്യമായ പ്ലാനിങ്ങോടെ, കൃത്യമായ ഗൂഢമായ പദ്ധതിയോടെ അതിനെ അട്ടിമറിക്കുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങളാണെന്ന് BJP പറഞ്ഞിരിക്കുന്നു. BJPയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ആൾ പറഞ്ഞിരിക്കുന്നു. അതേ ദിവസം തന്നെയാണ് PV അൻവർ MLAയും പറയുന്നത്, ഈ പണി ചെയ്തതിന് VD സതീശന് 150 കോടി രൂപ കൈക്കൂലി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. 150 ആണോ 145 ആണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, അത് ആരോപണം ഉന്നയിച്ച് MLA പറയട്ടെ. പക്ഷേ ഇതിന്റെ പിന്നിൽ കേരള വിരുദ്ധമായിട്ടുള്ള, കേരളത്തിന്റെ വികസനത്തിന് എതിര് നിൽക്കുന്ന സംഘപരിവാരത്തിന്റെ അജണ്ടയ്ക്കൊപ്പം നിന്ന് പോകുന്ന കോൺഗ്രസ് അടക്കമുള്ള UDF അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ ഒരു സാധനത്തോടെ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും വരുന്നത്. VD സതീശൻ അതിനെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുക, ചിരിച്ചു തള്ളുക എന്നല്ലാതെ
ഈ പൈസ കൊണ്ടുവന്നതിന്റെ ഡിജിറ്റൽ തെളിവില്ലെങ്കിൽ പോലും അതിനോടനുബന്ധിച്ച് അറിയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുക, സെമി ഹൈ സ്പീഡ് റെയിൽ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് റെയിൽവേ ബോർഡിന്റെ പ്ലാനാണ്. അതിൽ ഏറ്റവും ആദ്യം ഏറ്റവും സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളമാണ്. കേരളത്തിൻ്റെത് മാത്രമാണ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത്. UDF കാലത്ത് ഇത് വന്നപ്പം ഇതിനെ പാടിപ്പുകഴ്ത്തിയ സകല മീഡിയകളും സകല കവികളും LDF ഇത് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിനെതിരെ സംസാരിക്കുകയായിരുന്നു. ഇപ്പൊ ഇതേ മാധ്യമങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പരശുരാം എക്സ്പ്രസിൽ തളർന്നു വീഴുന്ന കുട്ടികളുടെ കഥ, കണ്ണീർ കഥ അവര് ആഘോഷിക്കുന്നുണ്ട്. വരാൻ പോകുന്ന മദ്രാസിനെയും ചെന്നൈയെയും ബാംഗ്ലൂരിനെയും കണക്ട് ചെയ്യുന്ന ഹൈസ്പീഡ് റെയിലിന്റെ സവർണ ചിത്രങ്ങളും കോരിത്തെരിപ്പിക്കുന്ന കഥകളും ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മനോരമയിൽ വായിക്കുകയുണ്ടായി, ചെന്നൈയിൽ നിന്ന് മൈസൂരിലേക്ക് ഹൈസ്പീഡ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ചെന്നൈയിലുള്ള വയനാട്ടുകാർക്ക് വേഗത്തിൽ വീട്ടിലെത്താമെന്നുള്ളത്. ഇപ്പൊ ഹൈസ്പീഡ് റെയിൽ എന്നുള്ളത് ആവശ്യമാണ്. ആർക്കാണ് ഇത്ര വേഗത്തിൽ പോവേണ്ടതെന്ന് ചോദിച്ച MLA ഇവിടെ ഉണ്ടായിരുന്നു. വന്ദേ ഭാരത് എന്നുള്ള ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും വേഗതയിൽ പോകുന്ന തീവണ്ടിക്ക് ഏറ്റവും കൂടുതൽ റിസർവേഷൻ ഉള്ളത്, ഏറ്റവും കൂടുതൽ എന്താ പറയാ ബിസിനസ് ഉണ്ടാക്കുന്നത് കേരളത്തിലാണ്. വേഗത്തിൽ പോവാൻ നമുക്ക് ആവശ്യമുണ്ട്. വേഗത്തിൽ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് നമ്മളുടെ അടുത്തുണ്ട്. അപ്പൊ ഈ പദ്ധതിയെ, കേരളത്തിന്റെ സമഗ്ര വികസന പദ്ധതിയെ തുരങ്കം വെച്ച ആ ഗൂഢ പദ്ധതിയിൽ നിന്ന് കോൺഗ്രസിനോ VD സതീശനോ ഒരു കാരണവശാലും മാറി നിൽക്കാൻ പറ്റില്ല. ബാക്കി ഈ അഴിമതി ആരോപണത്തിന്റെ കാര്യങ്ങൾ നിയമസഭയിലെ PV അൻവർ MLA ആരോപണത്തിൻ്റെ, ഈ അഴിമതി ആരോപണത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ ശ്രീ PV അൻവർ MLA തന്നെ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. N ശ്രീകുമാറും ചർച്ചയിൽ തുടരുകയാണ്. ശ്രീ PV അൻവർ MLA, താങ്കൾ എന്താണ് അഴിമതി ആരോപണം ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. വാർത്തയായി അത് വലിയ പ്രാധാന്യത്തോടെ വലിയ വാർത്തയായി വന്നിട്ടുണ്ട്. എത്ര മാധ്യമങ്ങൾ അത് ആ നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതൊക്കെ താങ്കൾ വിലയിരുത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം താങ്കളുടെ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. സഭയ്ക്കകത്ത് താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ആരോപണത്തിന് മറുപടിയോ വിശദീകരണമോ സഭയിൽ നൽകാനായോ താങ്കൾക്ക് ലഭിച്ചോ? സാധാരണഗതിയിൽ സഭയിൽ വരുന്ന എന്ത് വിഷയങ്ങൾക്കും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ വരുന്ന എന്ത് വിഷയങ്ങൾക്കും വളരെ ഷാർപ്പായിട്ട്, വളരെ ശക്തിയോട് കൂടിയിട്ട് അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവ രീതിയിലുള്ള വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്, രാഷ്ട്രീയം വീക്ഷിക്കുന്ന പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. പക്ഷേ ഇന്നത്തെ ദിവസം ഈ ആരോപണം ഞാൻ വെറുതെ അങ്ങാടിപ്പാട്ട് പാടിയതല്ല. കൃത്യമായി ഇന്നലെ തന്നെ സ്പീക്കർക്ക് ഇതിൻ്റെ നോട്ടീസ് കൊടുത്തു, കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതേ കോപ്പി പ്രതിപക്ഷ നേതാവിന് കൊടുത്തു. എല്ലാം ഔദ്യോഗികമായി നിയമപരമായി ചട്ടങ്ങളനുസരിച്ചിട്ടാണ് ഞാൻ ആരോപണം എഴുതി കൊടുത്തത്. അതായത് പ്രതിപക്ഷ നേതാവിന് ഇതിൻ്റെ ഈ ആരോപണത്തിൻ്റെ കോപ്പി നേരത്തെ തന്നെ നൽകിയിരുന്നു അല്ലേ? നേരത്തെ നൽകിയതാണ്. സ്പീക്കർക്ക് നൽകിയ അതേ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവിനും നൽകിയിട്ടുണ്ട്. അത്രയും ഗൗരവമായൊരു വിഷയം വളരെ എന്ന് വെച്ചാൽ ഇന്ന് സഭയിൽ PV അൻവർ MLA തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പോകുന്നു എന്ന് രേഖാപരമായി തന്നെ പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നു അല്ലേ? രേഖാപരമായിട്ട് കൊടുത്തതാണ്. കാരണം ഒരു അംഗം മറ്റൊരംഗത്തിനെതിരെ, മന്ത്രിയാവട്ടെ പ്രതിപക്ഷ നേതാവട്ടെ ആരായിരുന്നാലും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ചട്ടപ്രകാരം അത് സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഉന്നയിക്കപ്പെടുന്ന വ്യക്തിക്കും ഈ നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്. ആ 2 നോട്ടീസും കൊടുത്തതാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പരിപൂർണമായ അവയർനെസ്സോട് കൂടിയിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ അത്രയും ഷാർപ്പായി ഉത്തരം പറയുന്ന അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ മറുപടി പ്രസംഗം കേരള ജനത കണ്ടതാണല്ലോ. ഒരു എന്താ പറയുക, നല്ല ഒരു അഭിനേതാവിൻ്റെ തടിമിടുക്കോട് കൂടിയിട്ട് അഭിനയിച്ച് ഞാൻ കരയണമോ അതോ ചിരിക്കണമോ എന്ന് ചോദിച്ച് മെല്ലെ തടിയുരുകയാണ് ചെയ്തത്. ഇത്രയും വലിയ 150 കോടിയുടെ അഴിമതി നടത്തി ആ പണം വാങ്ങി കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ തൂക്കി വിറ്റു. അതവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം കേരളത്തിലെ ഇന്ന് നിലനിൽക്കുന്ന സമൂഹം, നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വിദ്യാസമ്പന്നമായ കേരളത്തിലെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒന്നുകിൽ നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള സഹോദരിമാർ വീടുകളിൽ നിന്ന് പുറത്തു പോയി കേരളം വിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത സാമൂഹ്യ കുടുംബ ചുറ്റുപാടാണ് പലർക്കും. കാരണം പ്രായം ചെന്ന അച്ഛനും അമ്മയും മക്കളെ ഇട്ട് ദൂരെ പോകുന്നതിലെ പ്രയാസം. ഈ പ്രയാസത്തിലൊക്കെ വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനത്തിൽ പോയി ഒരു ജോലി ചെയ്യാൻ ഇവർക്കൊരു ഈ പറയുന്ന കുടുംബ പശ്ചാത്തലം കൊണ്ട് പ്രയാസങ്ങളുണ്ട്.
അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള സഹോദരിമാർ കേരളത്തിലൊരു 25 ലക്ഷത്തോളമുണ്ട് എന്നാണ് ഈ പറയുന്ന കർണാടകയിലെയും ഹൈദരാബാദിലെയും IT കമ്പനികൾ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കെ-റെയിൽ പദ്ധതി നമ്മളതിനെ കാണുന്നത് നമ്മുടെ യാത്രാ പ്രശ്നം മാത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി നമുക്കറിയാം കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഏക സാധ്യത നമുക്ക് ടൂറിസവും IT-യാണ്. ഭൂമി സംബന്ധമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഒരു നേർരേഖ പോലെയുള്ള സംസ്ഥാനം പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, റോഡ് വികസനം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രയാസം, ജനസാന്ദ്രത ഈ രാജ്യത്തെ ഏറ്റവും കൂടിയ സംസ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസ്ഥാനത്ത് വൻകിട വ്യവസായങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് IT-യിലും ടൂറിസത്തിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായും 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്താനുള്ള ഒരു ട്രെയിൻ സംവിധാനം വരുന്നതോട് കൂടിയിട്ട് ഈ ട്രെയിൻ കടന്നു പോകുന്ന കേരളത്തിലെ 11 ജില്ലകളും IT ഹബ്ബുകളായി മാറും. ഇന്ന് ഏറ്റവും കൂടുതൽ വാഹന സൗകര്യമുള്ള തിരുവനന്തപുരവും കൊച്ചിയും മാത്രമാണ്. ട്രെയിനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് സർവീസും തൊട്ടടുത്തുള്ള ഈ 2 പ്രദേശങ്ങൾ മാത്രമാണ് IT ഹബ്ബായിട്ട് മാറിയിട്ടുള്ളത്. ഈവൻ കോഴിക്കോട് പോലും ഊരാളുങ്ങൾ സൊസൈറ്റി ഉണ്ടാക്കിയ ഈ പറയുന്ന IT പാർക്ക് അതിൽ ഇപ്പോഴും അത് പൂർണ്ണമായി ഒക്യുപ്പൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? കോഴിക്കോട് വന്ന് യാത്ര ചെയ്ത് വന്ന് ഒരു IT കമ്പനിയിലെ ഒരു ചീഫ് എക്സിക്യൂട്ടീവിന് അന്നത്തെ ദിവസം തിരിച്ചു പോകാൻ കഴിയില്ല. അതുതന്നെയാണ് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അപ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിക്കുക? ഈ കെ-റെയിൽ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ 11 ജില്ലകളും IT ഹബ്ബായി മാറും. ആരാണ് പണം കൊടുത്തത്? അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പണം കൊടുത്തത് ഹൈദരാബാദിലെയും കർണാടകയിലെയും പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെയും IT ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന കമ്പനികൾ. IT കമ്പനി വേറെയാണ്. IT കമ്പനികൾക്ക് കെട്ടിടം കെട്ടി CRZ പെർമിഷൻ എടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ എക്സ്പോർട്ട് ആനുകൂല്യങ്ങളും കിട്ടുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണുകളാക്കി മാറ്റി അതിൻ്റെ ഉത്തരവ് വാങ്ങി അവിടെ ഈ IT കമ്പനികൾക്ക് വേണ്ടി ആവശ്യമായ ബഹുനില കെട്ടിടങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ കമ്പനികൾക്ക് റെൻറ്റ് ചെയ്യുന്നവരാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ് കമ്പനീസ് എന്ന് പറഞ്ഞത്. MLA പറയുന്നത് സാധാരണ മാധ്യമപ്രവർത്തകരോട് ഇത്തരം വെളിപ്പെടുത്തലുകൾ, വിവരങ്ങൾ വരുമ്പോൾ സോഴ്സ് ചോദിക്കുന്നത് അനുചിതമാണെന്ന് പറയുന്നല്ലോ. MLA-യുടെ സോഴ്സ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ റിലയബിൾ ആണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ IT വ്യവസായത്തിന് ഏറ്റവും അധികം കെട്ടിടങ്ങൾ നൽകുകയും മറ്റും ചെയ്യുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ലെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് കേന്ദ്രങ്ങളാണ് ഇതിലെ തൽപര കക്ഷികൾ എന്നാണോ? താങ്കളുടെ വിവരങ്ങൾ റിലയബിൾ ആണോ? 100% റിലയബിൾ അല്ലാത്ത ഒരു കാര്യം കേരളത്തിൻ്റെ നിയമസഭയിൽ എഴുതി കൊടുത്തുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങ് ആരോപിക്കാൻ കഴിയുമോ? ഇത് അങ്ങാടി പ്രസംഗം നടത്തുന്നത് പോലെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ എഴുതി കൊടുക്കുന്നൊരു സംഗതി ഇവർ നടത്തുന്ന അങ്ങാടി പ്രസംഗത്തിൻ്റെ ആ മാറ്ററിലല്ല വരിക. സ്വാഭാവികമായി ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈ വികസനം നടക്കുന്നതോടുകൂടി കെ-റെയിൽ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ കെട്ടിടങ്ങൾ പണിയും. ഈ പറയുന്നത് പോലെ വിദേശത്തടക്കമുള്ള കമ്പനികൾ ഇങ്ങോട്ട് ഒഴുകും. എന്തുകൊണ്ട് ഒഴുകും? നമുക്കറിയാം കേരളത്തിൽ ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഗണത്തിൽപ്പെട്ട കുടുംബിനികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ, അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിക്ക് കർണാടകയിലോ ഹൈദരാബാദിലോ പോയാൽ 1 ലക്ഷം സാലറി കിട്ടുമെങ്കിൽ അവർക്ക് പോകാൻ യാതൊരു നിവൃത്തിയില്ല. പക്ഷേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ചെത്തിയാൻ സാധിക്കുമെങ്കിൽ ഈ 1 ലക്ഷം ശമ്പളം വാങ്ങാൻ ശേഷിയുള്ള ഈ പറയുന്ന സഹോദരി 50,000 രൂപയ്ക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകും. അത് ശരിയാണ്. അല്പം വകതിരിവോടെ ഈ കാര്യങ്ങളെ ആലോചിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. കാരണം ആധുനിക പൊതുഗതാഗത സംവിധാനം വരുന്നു, കെ-ഫോണിൻ്റെ സംവിധാനം ഉറപ്പാക്കുന്നു, കേരളത്തിൽ എവിടെയും ശക്തമായ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഏറ്റവും മികച്ച യാത്രാ സൗകര്യവും സമയത്തിൻ്റെ വില മനസ്സിലാക്കി നമുക്ക് ആ രീതിയിൽ ഒരു ഭാവി കേരളത്തിൻ്റെ മാറ്റം എന്നുള്ള ഒരു വിഷനോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്ന കെ-റെയിൽ പ്രശ്നം എനിക്ക് മനസ്സിലായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ PV അൻവർ ഇതിപ്പോൾ സഭയിൽ ഉന്നയിച്ചു, സഭാരേഖകളിലുണ്ട്. അപ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേരവിടെ കിടന്നോട്ടെ, പക്ഷേ KC വേണുഗോപാലിൻ്റെ പേര് വേണ്ടതില്ല. അതിപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായിട്ടാണ് ഞാൻ വൈകുന്നേരം മനസ്സിലാക്കുന്നത്.
ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവർ ഈ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് ഭാവി തലമുറ ഓർക്കട്ടെ. എന്ന് വെച്ചാൽ ആരോപണം ഉന്നയിച്ച താങ്കൾ ഒരു മോശക്കാരനാണ് എന്ന നിലയിൽ ഒരു ധ്വനിയോടെ സംസാരിക്കാൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം അതിനോട് സമീപിച്ചിട്ടുള്ളത്. ഇത് ഇനി അങ്ങോട്ട് എങ്ങനെ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഈ പറയുന്ന കുടുംബിനികളായ 10-25 ലക്ഷം സഹോദരിമാർ ഇന്ന് ഇവിടെ വളർന്നു വരുന്ന തലമുറ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം യുവാക്കൾക്ക് യുവതികൾക്ക് ആവശ്യം എന്താ? തൊഴിലാണ്. ഈ തൊഴിലിനുണ്ടായിരുന്ന മുഴുവൻ സാധ്യതകളാണ് ഒരു സമൂഹത്തെ മുഴുവൻ എന്താ പറയുക വഞ്ചനാപരമായ രാഷ്ട്രീയം സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിലവിലുള്ള സമൂഹത്തിനും വരാനിരിക്കുന്ന യുവതലമുറയുടെയും എല്ലാ സാധ്യതകളെയും അതിൻ്റെ കടക്കലാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ കത്തിവെച്ചിട്ടുള്ളത്. അതിന് നടത്തിയ അഴിമതി, ആ അഴിമതിക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ, ഒരു സംസ്ഥാനത്തെ, ഈ ഒരു നാടിനെ തന്നെ ഒന്നടങ്കം തൂക്കി വിറ്റിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, സഭയിൽ ഇത്ര വലിയ ആരോപണം ഞാൻ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് തെളിവാജരാക്കാൻ പറയാതിരുന്നത്? സ്വാഭാവികമായും ഈ പറയുന്ന താങ്കളുടെ ശരത്തിൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ആദ്യം താങ്കൾ എന്താ പറയുക? താങ്കൾ ആ പറഞ്ഞതിൻ്റെ ബേസ് എന്താണ്? അതിൻ്റെ തെളിവാജരാക്കൂ. പറഞ്ഞിട്ടില്ലല്ലോ, തെളിവാജരാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ പറയുക ഒരു മനുഷ്യൻ? സ്വാഭാവികമായിട്ടും ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ് പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ലല്ലോ. തെളിവാജരാക്കാൻ പറഞ്ഞിട്ടില്ല, അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് നിഷേധിക്കണ്ടേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു നിഷേധം, ഒരു വാക്കിലെങ്കിലും അതുണ്ടായില്ലല്ലോ. എന്താ കാരണം? തെളിവാജരാക്കാൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞാൽ ആ നിയമസഭയുടെ മേശപ്പുറത്ത് ആ തെളിവ് വരും എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കൃത്യമായ അറിവിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ നിയമസഭയിൽ മാത്രമല്ല, ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിൻ്റെ നിയമ നടപടികൾ ഏത് ഏജൻസിയാണോ, വിജിലൻസ് ആണോ അന്വേഷിക്കേണ്ടത്, മറ്റ് ഏജൻസികളാണോ അന്വേഷിക്കേണ്ടത്, അതിൻ്റെ ലീഗൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിന് കോടതിയെ സമീപിക്കും. കാരണം കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതിന് ഈ ഒരു ലീഗൽ സൊല്യൂഷൻ, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാനുള്ള ഒരു ലീഗൽ സൊല്യൂഷൻ ഈ ആരോപണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ലല്ലോ. താങ്കൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ആ തെളിവുകൾ നിയമപരമായി ശക്തമാണ് എന്ന ഒരു നിയമോപദേശമോ അല്ലെങ്കിൽ ആ നിലയിൽ അഭിഭാഷകരുമായിട്ടുള്ള ആലോചനയോ നടന്നു കഴിഞ്ഞോ? കൃത്യമായും കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിദഗ്ധരുമായി സംസാരിച്ച് ഇതിൻ്റെ ഒരു ലീഗൽ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കി അത് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചിട്ടുള്ളത്. താങ്കളുടെ അടുക്കലേക്ക് ഈ വിവരങ്ങൾ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര കാലമായി? ഒരു കഷ്ടി ഒരു മാസമാവുന്നേ ഉള്ളൂ ഈ വിവരത്തിൻ്റെ ഒന്നാം ഘട്ടം കിട്ടുന്നത്. അതിനുശേഷം സ്വാഭാവികമായും നമ്മൾക്ക് കിട്ടിയ വിവരത്തിന്റെ ഒരു നിജസ്ഥിതി വിവരത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ അല്ല, ഇങ്ങനെ ഒരു സംഗതി ഇടപാട് നടന്നിട്ടുണ്ട്. ഈ കേരളിൻ്റെ പിന്നിൽ, ഈ സമരത്തിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഫസ്റ്റിൽ കിട്ടുന്നത് അതിൽ ചെറിയ സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ശരത്തന്നെ ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ 7 വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് മുന്നിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ സമരങ്ങളും, 1-2 സമരമല്ലല്ലോ നമ്മൾ കണ്ടത്, എല്ലാ സമരങ്ങളും തകർന്ന് തരിപ്പണായില്ലേ? ഇവർ പിന്മാറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. എന്തേ കേരളയിൽ മാത്രം ഇത്ര രൂക്ഷമായി കേരളത്തിൽ കത്തി നിന്നത്? 1 ഇഞ്ച് വിടാതെ കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകളെ പല സ്ഥലങ്ങളിലും ഈ സമരത്തിൽ നടന്നത് ഇവിടുത്തെ പല പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തല്ലേ. സമരത്തിന് പല സ്ഥലത്തുനിന്നും, ആ സ്ഥലത്തെ ആളുകളല്ല, പല സ്ഥലത്തുനിന്നും വാഹനത്തിലെ ആളെ കൊണ്ടുവന്ന്, സമരത്തൊഴിലാളികളെ കൊണ്ടുവന്ന് സമരം വരെ ചെയ്യിച്ചല്ലോ. സമരത്തിൽ വലിയ അക്രമം നടന്നു എന്ന് പറയാൻ കുട്ടികളുടെ വലിയ കരച്ചിൽ, ചെറിയ കുട്ടികളെ സൂചി കൊണ്ട് കുത്തുന്ന വീഡിയോസ് പുറത്തു വന്നല്ലോ. വാവിട്ട് കരയുന്ന കുട്ടികൾ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ എല്ലാ നിലക്കും പ്രദേശവാസികളെ ഉൾപ്പെടെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് സമരത്തൊഴിലാളികളെ ഇറക്കിയിട്ടും ഈ സമരം രൂക്ഷമായി കത്തിച്ച് നിർത്തിയത് എന്തേ മറ്റു സമരം പോലെ അങ്ങ് കെട്ടുപോകാതിരുന്നത്? കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണ്ടേ? ഒരു വസ്തുതയല്ലേ
ഈ പണം ഈ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിനുവേണ്ടി എത്ര പണം ഇറക്കാനും തയ്യാറായിട്ടൊരു ഒരു ഒരു വൻ ശക്തി ഇവരെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ അവർക്ക് വേറെ എന്തിനെ പേടിക്കണം? ഒന്ന് രണ്ട് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇങ്ങനൊരു ഇടപാട് നടന്നു എന്ന വിവരം ലഭിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. പിന്നീട് ഈ 150 കോടി അത് 3 ഘട്ടമായിട്ടാണ് എത്തിയത്. അതെങ്ങനെ എത്തി എന്നതുപോലുള്ള വിവരങ്ങളും ഇന്ന് സഭയിൽ താങ്കൾ പറയുകയുണ്ടായല്ലോ. അതേക്കുറിച്ചുള്ള ഒരു താങ്കളിലേക്ക് വന്ന അറിവും അതുമായി ബന്ധപ്പെട്ട് ബോധ്യമായ ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള നിയമസഭാംഗമായിട്ടുള്ള താങ്കൾ പറയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ആ വിവരത്തിൽ താങ്കളെ തന്നെ ബോധ്യപ്പെടും വിധത്തിൽ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നത്, എന്തൊക്കെയാണ് അറിഞ്ഞത്? അതിൽ ഇപ്പോൾ ഈ ഡീലിൻ്റെ ഏറ്റവും എന്താ പറയുക ഫസ്റ്റ് ഫേസ്, ഇതിലേറ്റവും വലിയ കള്ളൻ, ഇതിന് കളമൊരുക്കുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ്. ശ്രീ കെ സി വേണുഗോപാൽ വഴിയാണ് കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവരിൽ നിന്നുണ്ടായിരുന്ന ഓഫർ ശ്രീ കെ സി വേണുഗോപാൽ വഴി ഈ സമരം വിജയിപ്പിച്ച് ഈ പദ്ധതിയെ തകർത്ത് അത് നടപ്പിലാകാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചാൽ കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആവശ്യമായ പണം, അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ 2 ഓഫറുമായിരുന്നു. ആ 2 ഓഫറും കിട്ടി. അതിനനുസരിച്ച് ഇവിടെ നാടകം നടത്തി. പക്ഷേ കേരളത്തിലെ ജനം ഇത് തിരിച്ചറിഞ്ഞ് വീണ്ടും ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. അതോടുകൂടി കൈവിട്ട് പോയപ്പോൾ പിന്നെ എന്താണ്, പിന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ റോൾ എന്താണ്? പ്രതിപക്ഷ നേതാവാണ്. നമുക്കറിയാലോ, കേരളത്തിലെ ശ്രീ രമേശ് ചെന്നിത്തലയടക്കം കേരളത്തിലെ കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തെ ആയിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാക്കേണ്ടിയിരുന്നത്. പക്ഷേ MLA-മാരിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും ആ രമേശ് ചെന്നിത്തലയെ മാറ്റി ഏറ്റവും ജൂനിയറായിട്ടുള്ള ഈ പറയുന്ന VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായത് എങ്ങനെയാണ്? ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിനുവേണ്ടി ആരാ പ്രവർത്തിച്ചത്? ഈ പറയുന്ന കെ സി വേണുഗോപാലാണ്. അപ്പോൾ ഇതൊരു സമാന്തര ഇടപാട്. കേരളയിലൊക്കെ സജീവമാകുന്നത് അതിനൊക്കെ ശേഷമല്ലേ? ഇതിന് ശേഷം ഞാൻ ചോദിക്കുന്നത്, കേരളയിൽ യഥാർത്ഥത്തിൽ കേരളയിൻ്റെ ഇടപാടിൻ്റെ ഒരു ആലോചനയും അതിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും കേരളയിൽ പദ്ധതിയെ 1ാം ഘട്ടത്തിൽ കോൺഗ്രസ് സ്വാഗതം ചെയ്തതാണല്ലോ. കോൺഗ്രസിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു? ഇതിന് വേണ്ടിയിട്ട് സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കണം, കൃത്യമായ കോമ്പൻസേഷൻ. അതിൽ നിന്ന് അവർ പെട്ടെന്ന് മാറുകയാണല്ലോ. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ ഇത് രൂക്ഷമായ ചർച്ചയാവുന്നത്. അത് കഴിഞ്ഞ് കേരളത്തിലെ നിയമസഭയിൽ വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു. നമ്മൾ കേരളയിൽ പദ്ധതികളുമായി മുന്നോട്ട് പോയി. നമ്മൾ മുന്നോട്ട് പോയി എന്തായാലും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപിത ലക്ഷ്യമായി ഗവൺമെൻറ് പോയി. അവസാനം എന്താ ഉണ്ടായത്? കേരളത്തിലെ ഈ 18 MP-മാരെയും കേരളത്തിലെ BJP-യുടെ മന്ത്രിയെയും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയില്ലേ കേരളത്തിലെ പ്രതിപക്ഷം, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ? അങ്ങനെ BJP-യിൽ കൂടി സമ്മർദ്ദം ചെലുത്തിയിട്ടാണല്ലോ താൽക്കാലികമായിട്ടുള്ള നമുക്ക് ഈ സർവേ നടത്താനുള്ള പെർമിഷൻ പോലും ക്യാൻസൽ ചെയ്യിച്ചവരല്ലേ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച PV അൻവർ MLA ഈ ചർച്ചയിൽ വളരെ സജീവമായി തന്നെ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആരോപണങ്ങൾ ഇത്തരത്തിലേക്ക് വരുമ്പോൾ ആരോപണത്തിന് വിധേയമാകുന്ന ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതിൻ്റെ സ്വാഭാവിക രീതികൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചില്ല? തെളിവ് ചോദിച്ചുകൊണ്ട് ഇതേ സഭയുടെ പ്രിവിലേജിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു. അത് അദ്ദേഹം ചോദിച്ചില്ല. അത് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. നിയമപരമായി നേരിടും എന്ന് പറയാൻ തയ്യാറാകാത്ത വിധം ഈ ഒരു സമീപനം പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന ചോദ്യം പ്രസക്തമല്ലേ? എന്ത് പ്രസക്തം? ശരത്ത് ഒരുപാട് ക്ലൂ കൊടുത്തല്ലോ ശ്രീ PV അൻവറിന് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. പക്ഷെ അദ്ദേഹത്തിനൊന്നും വിശദീകരിച്ച് കഥ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നമ്മളൊരു തിരക്കഥ എഴുതുമ്പോൾ ആ തിരക്കഥ വിശ്വസനീയമായ രീതിയിലേക്ക് എഴുതണം, അല്ലെങ്കിൽ രണ്ടാമത് വായിച്ചു നോക്കിയിട്ട് വീണ്ടും എഴുതണം. മീൻ വണ്ടി, ഐസ് ഇട്ട മീന്, ചാവക്കാട് കടപ്പുറം, ചേറ്റുവ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന 2 സംസ്ഥാനങ്ങളുടെ പേരും പറഞ്ഞാൽ ഈ കഥയൊക്കെ അങ്ങ് വിശ്വസിക്കുന്ന വിചാരിച്ചു. അതോടെ നിൽക്കട്ടെ, അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ പ്രസക്തമായ ചോദ്യം ചോദിച്ചു. ശ്രീ അൻവർ തന്നെ ഇവിടെ 3 കാര്യങ്ങൾ ചോദിച്ചു. 1, എന്തുകൊണ്ട് നിഷേധിച്ചില്ല. 2, എന്തുകൊണ്ട് തെളിവ് ചോദിച്ചില്ല. 3, എന്തുകൊണ്ട്, ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ഈ 3 കാര്യം അദ്ദേഹം പറഞ്ഞു. അത് തന്നെ ശരത്ത് ചോദിച്ചു.
വി.ഡി. സതീശനെ ഒരു CPM ഉദ്ദേശിക്കുന്ന ഈ രീതിയിലുള്ളൊരു മണ്ടം പ്രതിപക്ഷ നേതാവല്ല. സഭയിൽ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ തെളിവെവിടെ എന്ന് ചോദിച്ചിട്ട് തെളിവെവിടെ എന്ന് സതീശൻ, അൻവറിന്റെ ആരോപണം തെളിവെവിടെ എന്ന് സതീശൻ എന്ന് നാളെ ഒരു തിലക്കെട്ടുണ്ടാക്കാനുള്ള ഒന്നാമത്തേത് പൊളിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഏത് അന്വേഷണവും നേരിടാൻ തയ്യാർ. അപ്പൊ എന്താണ് വരിക? PV അൻവറിന്റെ ആരോപണം, അന്വേഷണം നേരിടാൻ തയ്യാർ. ഇതിന് വേറെ ആളെ നോക്കിയാൽ മതി എന്നാണ് സതീശൻ എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. അതോടെ കഥ പൊളിഞ്ഞു. കഥ പൊളിഞ്ഞപ്പോഴെന്താണ്? 2 മണിക്കൂർ 10 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിച്ചു സഭയില് ശ്രീ അൻവറിന് ശേഷം. അദ്ദേഹം ഈ വിഷയം തൊട്ടില്ല. നാളെ ഇത് പാർട്ടി ഏറ്റെടുക്കുമോ? നാളെ ഇത് LDF കൺവീനർ ഏറ്റെടുക്കുമോ? അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഏറ്റെടുക്കുമോ? ഇങ്ങനെ വെറുതെ കാടടച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് വസ്തുനിഷ്ഠമായിട്ട് പറയുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ നമ്മള് ഒരു വിഷയം വരുമ്പോഴേ എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് സതീശൻ പറയുന്നത് നിങ്ങൾ കരുതിയോ? അപ്പോൾ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് അൻവറിന് മറുപടി എന്നൊരു ഹെഡിങ്. അത് നടക്കില്ല. ഇതൊക്കെയാണ് പൊളിഞ്ഞുപോയി എന്ന് ഞാൻ പറയാൻ കാരണം. പിന്നെ നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഒരു ഭരണപക്ഷമോ പാർട്ടിയോ പരാജയപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണിത്. പക്ഷെ ആയുധം ഉപയോഗിച്ച സമയവും സന്ദർഭവും ഒന്നും ശരിയായില്ല. മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ ഷംസീറിനെ ക്ഷുഭിതനായി നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങിത് കാണുന്നില്ലേ, എന്തും വിളിച്ചു പറയാമെന്ന് കരുതിയോ എന്ന് ചോദിച്ചു. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അത് സതീശൻ ചോദിക്കാതിരുന്നത് ഇത് ഗൗരവത്തിൽ എടുക്കാത്തതുകൊണ്ടാണ്. CPM-നെ പോലൊരു പാർട്ടി അവർക്ക് ആയുധങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇത്തരത്തിലേക്ക് പോകരുത്. ഇത് വ്യക്തിഹത്യയുടെ ഇതിലേക്ക് വരും. ഇത് സതീശനെതിരെ നിങ്ങൾ നിരന്തരം പറഞ്ഞോളൂ. കാരണം സതീശനെന്ന് ഇതിലും ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ഉത്തരം നൽകാനില്ല. നിങ്ങൾ ആ സതീശന്റെ പ്രസംഗം മാത്രം എടുത്ത് കാണിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഇവിടെ റെയിലിന്റെ സമരം ശക്തമായത് എപ്പോഴാ ശരത്തെ? എപ്പോഴാണ് മഞ്ഞക്കുറ്റി എടുത്ത് ജനങ്ങൾ തൂട്ടിലിട്ടത്? എപ്പോഴാണ്? കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകവും അതുപോലെ തന്നെ നമ്മുടെ ഈ തെലങ്കാനയൊന്നും ഭരിക്കുന്ന കോൺഗ്രസ് അല്ല. രണ്ടാമത്തെ കാര്യം, അന്ന് ഈ കേരളയിലൊന്നും അന്ന് സമരം ശക്തമൊന്നും അല്ല. കേരളയിൽ ഇടതുമുന്നണിയുടെ പ്രകടനപത്രികയിൽ ഉൾപ്പെടുകയും അത് CPI-ക്കാർ അതിനെ പരസ്യമായി എതിർക്കുകയൊക്കെ ചെയ്ത കഥയൊന്നും അവിടെ വിവരിക്കുന്നില്ല. നിയമസഭയിൽ അവർ പിന്താങ്ങി എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ഉള്ള കാലത്ത് കേരളയിൽ എപ്പോഴാണ് സമരം ശക്തിപ്പെട്ടത്? അപ്പൊ നമ്മളൊരു കഥ രചിക്കുമ്പോഴേ അതിന്റെ സമയം, സന്ദർഭം, കാലം ഇതൊക്കെ വ്യക്തമായിട്ട് വേണം. അത് ശ്രീ അൻവർ എഴുതിയ കഥയാണോ വേറെ ആരെങ്കിലും അതിനെ സഹായിച്ചിട്ടുണ്ടോ ആരായാലും ശരി, അവർക്കൊരു ഒന്നുകൂടി ആലോചിച്ച് കൂട്ടായിരുന്നിട്ടൊന്ന് ആലോചിച്ച് നല്ല തിരക്കഥ എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒന്നുകൂടെ നമുക്കത് ജനങ്ങളെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ അപഹാസ്യരായില്ലേ? ഏതായാലും താങ്കളുടെ അക്കാര്യത്തിലുള്ളൊരു റിയാക്ഷൻ വന്നല്ലോ, താങ്കളിലേക്ക് വരികയും ചെയ്യാം. സൂം ഒന്ന് റീകണക്ട് ചെയ്യേണ്ടതുണ്ട്. ശ്രീ അൻവർ, ഞാനൊന്നും ആവർത്തിക്കേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് എല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്ത് മറുപടിയാണ് താങ്കൾ കൊടുക്കുക? അദ്ദേഹത്തിൻ്റെ ആകെ പൊളിഞ്ഞുപോയി എന്നാണ്. അതെ തിരക്കഥ പാളി. അദ്ദേഹത്തിന് വേണ്ടത് നാളെ പത്രത്തിൽ വരുന്ന മെയിൻ ഹെഡ്ലൈനുകൾ അത് വരാതിരിക്കാൻ വേണ്ടി വളരെ മെയ്വഴക്കത്തോട് കൂടിയിട്ട് ഈ കാര്യത്തിനൊന്നും മറുപടി പറയാതെ പ്രതിപക്ഷ നേതാവ് അങ്ങ് ഒഴിഞ്ഞു മാറി. അത്രയും മിടുക്കനാണ് അദ്ദേഹം എന്നാണ്. അത് നമ്മൾ കാണാൻ പോകുന്ന പൂരാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ വഴിയിൽ വിളിച്ച് പറഞ്ഞ കാര്യമല്ല ഇത്. കൃത്യമായ ഇപ്പോൾ ശരത്ത് ചോദിച്ചു, നേരത്തെ എന്നെ പൂർത്തിയാക്കാൻ കഴിയില്ല. ഈ പണം വന്നതിൻ്റെ തെളിവുകളായിട്ട് എന്താണുള്ളത്? കൃത്യമായ തെളിവുകളുണ്ട്. പണം വന്നതിൻ്റെ സോഴ്സ്, എത്തിയ സ്ഥലം, സമയം, അവിടുന്ന് കൈകാര്യം ചെയ്തത്, ഇതെല്ലാം നാളെ നമ്മൾ ഇന്ന് ഈ തെളിവുകളെല്ലാം ഒരു ആവേശത്തിന് വേണ്ടി ഈ ടെലിവിഷൻ ചാനലിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ട് നാളെ ഈ പറയുന്ന VD സതീശൻ എന്ന വ്യക്തിക്കെതിരെ ശക്തമായ കേരളത്തിൻ്റെ കോടതികളിൽ നിയമ പോരാട്ടം നടത്താൻ, കേസ് ഫയൽ ചെയ്യാൻ, അതിനാവശ്യമായ തെളിവുകൾ കൊടുക്കാനുള്ളൊരു ഘട്ടമുണ്ട്. ഇപ്പോഴേ ഈ തെളിവെല്ലാം വിളിച്ചു പറഞ്ഞാൽ വളരെ സുഖമല്ലേ? തെളിവിനെ വ്യക്തികളെ സ്വാധീനിക്കാനും അത് തേച്ച് മായ്ച്ച് കളയാനും ഏത് ആംഗിളിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടിയത് എന്ന് പറയിപ്പിക്കാനുള്ളൊരു ത്വരയാണ് ഈ പല മാധ്യമ പ്രവർത്തകരും നടത്തിയത്. ആ വെട്ടിൽ ഞാൻ വീഴും എന്നാരും കരുതണ്ട. ഇത് എവിടെയാണോ തെളിവ് കൊടുക്കേണ്ടത്, ഏത് അന്വേഷണ ഏജൻസിയുടെ മുന്നിലാണോ തെളിവ് കൊടുക്കേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പരാതിക്കാരനാവേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ ഇത് ഏത് ഫോറത്തിൽ, ഏത് അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഏത് രീതിയിൽ
ഫയൽ ചെയ്യണമെന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു തീരുമാനം ഉണ്ടാകും. നാളെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ തുറങ്കല്ലടിക്കാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണയിലൊന്നുമല്ല ഇതിനിറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിന് മുമ്പ് സംസാരിച്ച ആ വ്യക്തി ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം വീക്ഷണത്തിൻ്റെ മുൻ എഡിറ്റർ. വീക്ഷണമാണെങ്കിലും ഓക്കെ, നല്ല കാര്യം. കാരണം അത്യാവശ്യം നല്ല മേൽവഴക്കം അദ്ദേഹത്തിന് ഉണ്ടാവണല്ലോ. സ്വാഭാവികമായിട്ടും വി ഡി സതീശനെ സംരക്ഷിച്ച് നിർത്തേണ്ട, കാരണം അദ്ദേഹം നടത്തിയ അഭിനയം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കണ്ടതാണല്ലോ. ആ അഭിനയത്തോടൊപ്പം അഭിനയിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ അതിന് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നവർ വേണമല്ലോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ അയച്ചത്. എന്തായിരുന്നാലും എനിക്കിതിൽ വലിയ എന്താ പറയുക, നാളെ രാവിലെ തന്നെ ഇതിൻ്റെ തെളിവെല്ലാം പുറത്ത് വിട്ടിട്ട് ഒരു വലിയ തെളിവ് കൊടുത്ത ആരോപണം നടത്തിയത് അടിസ്ഥാനപരമായിട്ടാണ് എന്ന് തെളിയിക്കുന്നതല്ല എൻ്റെ ആവശ്യം. അല്ലല്ല, ഒരു മിനിറ്റ്. അടിസ്ഥാനപരമായിരുന്നു എൻ്റെ ആരോപണം എന്ന് എനിക്കത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലാണ്. ആ ഘട്ടത്തിലേക്ക് അത് എത്തും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ ബാക്കി അന്ന് പറയാം. അത് ഒരുപക്ഷെ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇവിടെ പ്രേംകുമാർ, താങ്കളിപ്പോൾ ഇത് പരാതി ഉന്നയിച്ച PV അൻവർ ഈ ചർച്ചയിലും വന്ന് വളരെ ശക്തമായി ഇത് ആവർത്തിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പല സ്വാഭാവികമായി ഉയരുന്ന സംശയങ്ങളൊക്കെ ചില ചോദ്യങ്ങളായി വന്നു. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞത് ഇന്ന് VD സതീശൻ വളരെ യുക്തിപരമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചയാൾ ചോദിച്ചത്. ഒന്ന്, സാധാരണ ഇത്തരം കാര്യങ്ങൾ വരുന്നത്, പ്രത്യേകിച്ച് അത് നിയമസഭയ്ക്കകത്ത് തന്നെയാണ്, പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ആ ശൈലി ഒന്നും സ്വീകരിക്കാതെ ഇദ്ദേഹത്തെ പരിഹസിക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രിയെ കൂടി ചേർത്ത് നിങ്ങളെ ഓർത്ത് കരയണോ ചിരിക്കണോ എന്ന നിലയിലേക്ക് കണ്ടൻറ്റിൽ മെറിറ്റിൽ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഇന്നതൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണമായി ശ്രീകുമാർ കാണുന്നത്, അല്ലെങ്കിൽ ഇത് വലിയ മാധ്യമ വാർത്തയാകുമായിരുന്നു, ഇപ്പോൾ അതെല്ലാം പൊളിഞ്ഞുപോയി, മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് വിശ്വസിക്കാത്ത മട്ടിൽ ഇതിൻ്റെ ഗൗരവത്തെ കുറച്ചു എന്നൊക്കെ വേണമെങ്കിൽ ധരിക്കാം. പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി വന്നിരുന്നെങ്കിൽ വേറൊരു ലെവലായി പോയേനെ കാര്യങ്ങൾ. ഇപ്പോൾ അതായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ശ്രീ അൻവർ ഇവിടെ ഈ വിഷയം വീണ്ടും അവതരിപ്പിച്ചത് കേട്ടിരുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ആക്ഷേപവുമായി ബന്ധപ്പെട്ട്, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് എന്താണ് ശ്രീ പ്രേംകുമാർ? 2 കാര്യങ്ങൾ. അതായത് PV അൻവർ MLA ഒരു കാര്യം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയാൽ അതിന് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് ഒരു കാരണവശാലും വിചാരിക്കാത്ത ആളാണ് PV അൻവർ എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിന് വിരുദ്ധമായിട്ട് അസത്യം മാത്രം വിളമ്പുന്ന മാധ്യമങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാധ്യമ പിന്തുണ എന്നുള്ള സംഗതി PV അൻവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, ഒരു തരിമ്പും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഇതേപോലെ 5-8 മാസം മുന്നേ PV അൻവർ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ശ്രീകുമാറിനെ പോലെയുള്ള ആളുകളുടെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനെ പറ്റിയിട്ട് സംഘപരിവാറിന്റെ കൊട്ടേഷൻ വാങ്ങിച്ച് അസത്യം മാത്രം വിളമ്പുന്ന ആളുകളെ തേജോവധം മാത്രം ചെയ്യുന്ന ഒരു ചങ്ങാതിയുടെ ഓഫീസിന്റെ മുന്നിൽ പോയി നിന്നിട്ട് നിന്നെ ഞാൻ താഴെ ഇറക്കുന്നു പറഞ്ഞിട്ട് നമ്മളൊക്കെ വെറുതെ പറയാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എത്ര പത്രപ്രവർത്തനല്ലേ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞു. ആ ചങ്ങാതി ആഴ്ചകളോളം കർണാടകയിലെ കൊടുങ്കാട്ടിൽ താടിയൊക്കെ നീട്ടി കഴിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. VD സതീശനും PV അൻവറും പോലും വളരെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്നു, പരസ്പരം നന്നായിട്ട് അറിയുന്ന ആളുകളുമാണ്. ഇല്ലാത്ത ഒരാരോപണം ഉന്നയിച്ചിട്ട് സഭയിൽ പോയിട്ട് എന്താ പറയാ ആരോപണം ഉന്നയിക്കുകയും അതിനുശേഷം VD സതീശൻ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ, കാരണം ഇടതുപക്ഷത്തോ കേരള നിയമസഭയിലുള്ള മറ്റൊരു MLAക്കും കിട്ടുന്ന ഒരു ആനുകൂല്യവും ഒരു സോഫ്റ്റ് കോർണറും PV അൻവറിന് കിട്ടില്ല മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്നോ. ഇതൊക്കെ ബോധ്യമുള്ള ആള് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല ഈ ചർച്ചയിലും വളരെ ഉത്തരവാദിത്തോടെ PV അൻവർ പറയുന്നുണ്ട്, ബാക്കി തെളിവുകളും നിയമത്തിന്റെ വഴിയിലേക്ക് പോവാനുള്ള കാര്യങ്ങളും ഒക്കെ എന്റെ കയ്യിലുണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിൽവർ ലൈനിന് എതിരെ നടന്നത് കൃത്യമായ ഗൂഢാലോചനയാണെന്നുള്ളത് നമുക്കിന്ന് സംശയമില്ലാതെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പൊ സഭയിലെ പ്രസംഗത്തിൽ ഇപ്പോഴും PV അൻവർ പറയുന്നത് IT ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ് ഇതിന്റെ പിന്നിലെന്നാണ്. VD സതീശൻ മറുപടി പറഞ്ഞെന്താണെന്ന് അറിയോ? IT കമ്പനികൾ എന്നാ, രണ്ടും രണ്ടാണ്. അതായത് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ സിൽവർ ലൈൻ വന്നാൽ ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമുള്ള IT കമ്പനികളിൽ ജോലിക്കാരെ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് കൈക്കൂലി തന്നു എന്നാണ്. എന്താണോ ആരോപണം അതല്ല അദ്ദേഹം പറയുന്നത്. PV അൻവർ പറയുന്നത്, അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയുന്നത് IT ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒരുപക്ഷെ ഇപ്പൊ കോയമ്പത്തൂരിലും ഒരു പരിധി വരെ പടർന്നു കഴിഞ്ഞിരിക്കുന്ന, ചെന്നൈയിൽ ശ്രമിക്കുന്ന IT ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ അത്തരത്തിൽ കേരളത്തിൽ നടക്കില്ല. കാരണം കേരളത്തിൽ ലാൻഡ് സീലിംഗ് ആക്ട് ഉള്ളത് കൊണ്ടും ഇവിടുത്തെ പരിസ്ഥിതി വിഷയങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും നിന്നുള്ള കമ്പനികൾക്ക് അതുപോലെ കേരളത്തിൽ വന്ന് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പം ആ കാര്യം ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇനി ബാക്കി ഇതിന്റെ കാര്യങ്ങൾ അറിയേണ്ടതാണ്. പക്ഷെ ഇതിന്റെ പിറകിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം സെമി ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റേത്. കേരളത്തിൽ തെക്ക് വടക്ക് അതിവേഗ റെയിൽ വേണമെന്ന് കൃത്യമായി പറഞ്ഞ നിലപാടെടുത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ സർക്കാർ നിയമസഭയിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇതിന്റെ ആവശ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും വിശദമായ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള എല്ലാവരും ഇത് കാര്യത്തിനോട് അടുക്കുന്നു എന്ന് വരുമ്പം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതിനെപ്പറ്റി ആലോചനകൾ നടക്കുമ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സെക്കൻഡ് ടേം വന്നിട്ട് ഇത് റിയലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഘട്ടം വന്നപ്പം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്ലാൻഡ് ആയിട്ടുള്ള, പ്രൊപ്പഗാൻഡൈസ്ഡ് ആയിട്ടുള്ള കൃത്യമായ ആക്ഷനാണ് നടന്നത്. കോടികൾ ഇതിനു വേണ്ടി ഒഴുകിയിട്ടുണ്ട് എന്നുള്ളത് അന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓട്ടോമൊബൈൽ മാഫിയ അടക്കമുള്ള ഇതിനെ എതിർക്കുന്ന വളരെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. കാരണം പരിസ്ഥിതി എന്നുള്ളതല്ല ഇവരുടെ വിഷയം. നമ്മളൊക്കെ എത്രയോ തവണ ചർച്ചകൾ ചോദിച്ചിട്ടുള്ളതാണ്. കാരണം സിൽവർ ലൈൻ വന്നാൽ ഇടിക്കേണ്ടി വരുന്ന കുന്നുകളുടെ, നികത്തേണ്ടി വരുന്ന വയലുകളുടെ 10 ഇരട്ടി വയൽ നികത്തിക്കൊണ്ടാണ്, 10 ഇരട്ടി കുന്ന് ഇടിച്ചുകൊണ്ടാണ് കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇതാ 6 വരി റോഡിന്റെ പണി നടക്കുന്നത്. നിങ്ങൾ വളാഞ്ചേരിയിലും മലപ്പുറത്തൊക്കെ എത്രമാത്രം കുന്നുകളാണ് ഇടിച്ചു നിരത്തിയെന്ന് നോക്കൂ നിങ്ങൾ. ഒരു പ്രകൃതി സ്നേഹിക്കും, ഒരു മരക്കവിക്കും, ഒരു മണ്ണാങ്കട്ടയും പറയാനില്ല. അപ്പൊ ഇവരുടേത് തുമ്പികളുടെ പരാഗണത്തിന്റെ പ്രശ്നമില്ല, തവളകളുടെ പ്രണയത്തിന്റെ പ്രശ്നമില്ല. ഹൈവേ വരുന്നു, ഹൈവേയിൽ എവിടെയും സ്റ്റോപ്പില്ല, എന്താ പറയാ, കംപ്ലീറ്റ് 5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താൻ, തിരുവനന്തപുരത്ത് നിൽക്കുന്ന അതിന്റെ അവദാനങ്ങൾ പാടുകയാണ്. പ്രകൃതിയോടുള്ള സ്നേഹമല്ല, കേരളത്തിലെ ആളുകൾക്ക് പോവേണ്ടതില്ല എന്നുള്ളതല്ല, അല്ലാത്ത വെസ്റ്റഡ് ആയ ഒരു ഇൻട്രസ്റ്റ് ഇതിന്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ സത്യത്തിന്റെ അത്തരം ചില വെളിപ്പെടലുകൾ കൂടി, അത് ശ്രീ പ്രേംകുമാർ പറഞ്ഞത് ശരിയാണ്. കാരണം ഇതിനും അപ്പുറത്തേക്കുള്ള സ്ഥാപിത താല്പര്യങ്ങളും ഗൂഢാലോചനകളും നടന്നിട്ടുണ്ടോ എന്നതിലേക്ക് കൂടി ആളുകൾക്ക് ചിന്തിക്കാൻ പാകത്തിനുള്ളൊരു ഗൗരവമായ ആരോപണം ഇവിടെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു. ഇവിടെ ശ്രീകുമാർ, താങ്കൾ ആദ്യം പറഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ച്, അങ്ങനെയാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ ശ്രീ അൻവർ ചർച്ചയ്ക്കുണ്ടായിരുന്നില്ല, ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, നിയമസഭയുടെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് മാത്രം ഉന്നയിച്ച ആരോപണമല്ല എന്ന് വ്യക്തമാകുന്നു. നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമ ചർച്ചയിൽ ശ്രീ PV അൻവർ അത് ആവർത്തിക്കുന്നു. 2, അദ്ദേഹം അതിന് തെളിവുണ്ട് എന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹം അത് പറയുമായിരുന്നുവെങ്കിൽ, അതിന് മറുപടി പറയുമായിരുന്നുവെങ്കിൽ തെളിവ് നിയമസഭയുടെ മേശപ്പുറത്ത് വരുമായിരുന്നു എന്ന് നിയമസഭാംഗം പറയുമ്പോൾ അതിലെന്ത് തിരക്കഥ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നമ്മൾ കൊഴിഞ്ഞു മാറാനാവും? പരാതിക്കാരൻ, ആരോപണം ഉന്നയിച്ചയാൾ ആവർത്തിച്ച് പറയല്ലേ, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതിനെ ചലഞ്ച് ചെയ്യട്ടെ, തെളിവ് എവിടെ എന്ന് ചോദിക്കട്ടെ, നിയമസഭയുടെ മേശപ്പുറത്ത് തെളിവ് വെക്കും എന്ന് പറഞ്ഞാൽ അതിനെയാണ് യഥാർത്ഥത്തിൽ ഭയക്കുന്നത് എന്ന ഒരു പ്രശ്നം താങ്കൾ പറഞ്ഞ യുക്തിക്കും അപ്പുറത്താണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ക്രെഡിബിലിറ്റിയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, പ്രതിപക്ഷ നേതാവ് ശരിയായ ഒരു സമൂഹത്തിന് മുമ്പിൽ വിശദീകരണം നൽകാതെ ഒഴിഞ്ഞു മാറിയതിലൂടെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും ഈ സമൂഹത്തിന് മുമ്പിൽ സംശയാസ്പദമായി നിൽക്കുകയാണോ ഈ കാര്യത്തിൽ? സഭാ നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ശ്രീ അൻവർ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് എന്ത് പറയുന്നു എന്നൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരം ലഭിച്ചേനെ. ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ആരോപണം ഉന്നയിക്കുന്ന ആളെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ആരോപണത്തെ എന്താ പിന്താങ്ങാതിരുന്നതെന്നാണ് ചോദ്യം, പൊതുസമൂഹത്തിന് മുമ്പുള്ള ചോദ്യം. അതിന് മറുചോദ്യമുണ്ട്. ആരോപണം ഉന്നയിച്ച ആളെ കുറിച്ച് പറയാൻ പ്രതിപക്ഷ നേതാവ് എന്തിനു മടിക്കണം? അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും അപകടകരമായ, ഏറ്റവും പ്രശ്നം നിറഞ്ഞ ഒരു ആരോപണം ഉന്നയിച്ച ആളിനോട് എന്തിനീ സൗമനസ്യം കാണിക്കണം? അങ്ങനില്ലേ? മുഖ്യമന്ത്രിയെ വിട്, ഇവർ തമ്മിലല്ലേ നേരിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി പിന്നീട് ആദ്യം പറഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ അനുഭവിച്ചുകൊണ്ട് എന്തും വിളിച്ചു പറയാമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചാൽ ഞാനിവിടെ കോട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭയുടെ മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഇടതു മുന്നണിയിൽപ്പെട്ട ഒരു MLA ഇങ്ങനെ പറഞ്ഞു, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്ര വലിയ ആരോപണമല്ലേ? അല്ല, ഞാൻ അതിനു മുമ്പ് ഈ ആരോപണം കേട്ടിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് എൻ്റെ ചോദ്യം.
ശരത്ത ഞാനത് പറഞ്ഞു വരട്ടെ. അതായത് നമ്മൾ നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉൾക്കൊണ്ട് മറുപടി പറയുന്നതിന്റെ പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? ആരോപണം ഉൾക്കൊണ്ടിട്ട് മറുപടി പറയുകയാണെങ്കിൽ അത് പിറ്റേത് വലിയ വാർത്തയാവും. ഒന്നുമില്ലാത്ത കഴമ്പില്ലാത്ത ഒരു ആരോപണത്തെ എന്തിനു വാർത്തയാക്കണം? എന്ത് യുക്തിയാണ് ഈ പറയുന്നത്? ഒരു കാരണം ഇന്ന് വലിയ വാർത്തയാണത്. അല്ലല്ല, ഒരു ഇതിനൊപ്പം ചേർക്കാൻ ആരോപണമാകെ നിഷേധിച്ച് പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ ഒരു വാചകം വന്നില്ല എന്ന് അദ്ദേഹം ഉന്നയിക്കുന്നില്ലേ? അല്ല, അങ്ങനെ പറ്റില്ല, അങ്ങനെ പറയില്ല. ഇപ്പൊ താങ്കൾ തന്നെ വേറൊരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തില്ലേ? ഇന്ന് ഈ ചർച്ചയ്ക്ക് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് കോൺഗ്രസ് പ്രതിനിധികളെയാണ് വിളിച്ചത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ ഈ ചർച്ചയ്ക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന വിധത്തിൽ തീരുമാനിച്ച വക്താവ് ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടായി. പ്രേക്ഷകരോട് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഈ പ്രശ്നം എന്താണ്? സഭയിൽ ഒരു പൊസിഷൻ എടുത്തിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലല്ല, പ്രശ്നം അതല്ല. പ്രശ്നം എന്താ വെച്ചാൽ ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ആരായാലും ചർച്ചയ്ക്ക് വരും. ഇപ്പൊ ശ്രീ അൻവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വീക്ഷണത്തിന്റെ മുൻ എഡിറ്റർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വെറുതെ അല്ല അയച്ചതെന്ന് പറഞ്ഞു. എന്നെ അയച്ചതല്ല കേട്ടോ, എന്നെ ശരത്ത് വിളിച്ചതാണ്. ശരത്ത് എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നതാണ്. കാരണം അല്ലാതെ എന്നെ ആരും അയച്ചതല്ല. ഞാൻ പത്രപ്രവർത്തകനാണ്, പക്ഷമുള്ള പത്രപ്രവർത്തകനാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എന്നെ ആരും അയച്ചതല്ല. ശ്രീ അൻവർ ആ തെറ്റിദ്ധാരണ മാറ്റിയേക്കുക. ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണങ്ങൾ നിസ്സാരമാണെങ്കിൽ അത് ഉൾക്കൊള്ളില്ല. ഗൗരവമില്ലാത്ത ഒരു ആരോപണത്തിന് എന്തിനു വലിച്ചു നീട്ടണം? അതായത് ചർച്ചയാക്കിയിട്ട് ഇത് കൊണ്ടു നടക്കാമെന്നൊരു ധാരണയിലാണ് കൊണ്ടുവന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് ഏറ്റുപിടിക്കാൻ കാരണം. ഏതാ? കെ.സി. വേണുഗോപാലിന്റെ പേര് പറയുമ്പോൾ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതും അങ്ങനെ ശരിയാണ്. കാരണം അങ്ങനെയുണ്ട്. എന്താണ്? സഭയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പറയാൻ പാടുവോ? സഭയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പറയാൻ അത് സ്പീക്കറെ സഭാ രേഖയിൽ നീക്കം ചെയ്തു. സ്പീക്കർ കോൺഗ്രസ്സുകാരനല്ലല്ലോ. ഇനി അത് മാത്രമല്ല, ശ്രീ അൻവർ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്പീക്കർ അവിടെ നിന്ന് ആസ്വദിക്കുകയായിരുന്നു അത് ചിരിച്ചുകൊണ്ട്. ഇത് ആര് ഗൗരവത്തിലെടുത്തു? ഗൗരവത്തിലെടുക്കാത്രത്തോളം കാലം അതിന് ഒരു ഉത്തരത്തിന്റെ ആവശ്യമില്ല. ഇത് മാധ്യമ ചർച്ചയാക്കിയിട്ട് വലുതാക്കി കൊണ്ടു നടക്കാൻ ശ്രീ അൻവറിനും അദ്ദേഹത്തിന്റെ മുന്നണിക്കും CPM-നും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ചൂട്ടുപിടിക്കാൻ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസോ തയ്യാറായില്ല. ശ്രീകുമാറിന്റെ ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ശ്രീ അൻവറിന്റെ റീഡിംഗ് എന്താണ്? മനസ്സിലായില്ല. ശ്രീകുമാർ ഈ ചർച്ചയിൽ കാഴ്ചവെക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഈ വിഷയത്തിൽ, ഈ ആരോപണത്തിന്റെ മുൻപിൽ പ്രതിപക്ഷ നേതാവിന് ഈ ആത്മവിശ്വാസം ഉണ്ടാകുമോ? താങ്കളുടെ റീഡിംഗ്. ശ്രീകുമാർ എന്ത് ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്? ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. ഇത് ഈ എന്താണോ, എന്ത് നാടകമാണോ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ നിയമസഭയിൽ ആടിയത്, ആ ആട്ടത്തിനോടൊപ്പം നിന്ന് മറ്റൊരാട്ടം. എന്താരോപണം? മറുപടി പറയേണ്ട ആരോപണമല്ല. ഞാനെന്താ നിയമസഭയുടെ ഓട് പൊളിച്ചിട്ട് വന്നതല്ലേ? അങ്ങനെയാണല്ലോ കേരളത്തിലെ നിയമസഭയിൽ. കേരളത്തിലെ ഒരു നിയമസാമാജികനോട് പ്രതിപക്ഷ നേതാവിന് ആ നിയമസഭയിലെ 140 മെമ്പർമാരോടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രിക്കുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതിൽപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. കർണാടക അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചിട്ട് കേരളത്തിൻ്റെ അസംബ്ലിയിൽ വന്നിരുന്നിട്ടല്ല ആരോപണം ഉന്നയിച്ചത്. എന്തൊരു ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. അത് ആ നാടകത്തോടൊപ്പം നിന്ന് ആടുന്നു അല്ലാതെ ഇവരോടൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല സ്ഥലത്ത്. മനസ്സിലായില്ലേ? വളരെ എന്തേ കോൺഗ്രസ്സുകാരും വരാഞ്ഞ്? ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുന്ന എത്ര കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്, എന്തേ മറുപടി പറയാത്തത്? പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണത്തിന് പ്രതിപക്ഷ നേതാവിന് ഒരു അക്ഷരം ഉരിയാടാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിയാത്തൊരു ഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു വാക്ക് പറയാൻ ധൈര്യം ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാർക്കും ഇല്ല. അതിന് വേറൊരു നാടകം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വസ്തുത. ആരോപണ വിധേയനായ വ്യക്തി തന്നെ ആരോപണം ഉന്നയിച്ച വേദിയിൽ അത് നിഷേധിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്താ പറയുക, ആ നാടകത്തിനാടാൻ വേണ്ടി ഒരു വ്യക്തിയെ കൊടുന്നിരുത്തിയിട്ട് ഈ കഥാപ്രസംഗവും ആഠ്യനാടകവും നടത്തുന്നതിന് സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നം സഭയ്ക്ക് പുറത്തേക്കും വേദിയായല്ലോ ശ്രീ അൻവർ. അല്ല, അത് അദ്ദേഹത്തിന് അറിയാലോ. സഭയ്ക്ക് അകത്തിരുന്നിട്ടാണോ ഞാൻ ഈ സംസാരിക്കുന്നത്? സഭയ്ക്ക് അകത്തല്ലല്ലോ, പുറത്തെ ഈ 3.5 കോടി ജനങ്ങളോടല്ലേ പറയുന്നത്. പറഞ്ഞാൽ അതിൻ്റെ അകത്തെ പ്രിവിലേജിൽ എന്താ പ്രിവിലേജ്? ആ പ്രിവിലേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഞാൻ പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത്.
അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഞാനൊന്നും പറയുന്നില്ല വിട്ടേ. ഇവിടെ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ലല്ലോ എന്ന നിലയിൽ ഇതിനകത്തൊരു വാദം ചമയ്ക്കാൻ ശ്രമിച്ചാലോ ശ്രീ PV അൻവർ? മുഖ്യമന്ത്രി 2.5 മണിക്കൂർ. അതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. അതായത് ആരെക്കുറിച്ചാണോ ഞാൻ ആരോപണം ഉന്നയിച്ചത്, ആ ആരോപണത്തെക്കുറിച്ച് ഒരു മറുപടിയും പറയാത്ത പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ എന്തേ മുഖ്യമന്ത്രി അത് ചോദിക്കാഞ്ഞെന്ന് അടി കൊണ്ട ഞാനവിടെ നിൽക്കട്ടെ, കേട്ട നീ പറയ് എന്ന് പറയുന്ന ഈ പൊറാട്ട് നാടകം, ഇതൊക്കെ എത്ര കാലം കേരളത്തിൽ കൊണ്ടുപോകാൻ പറ്റും? ഒരുപാട് കാലം നടത്തി നോക്കിയല്ലോ. കഴിഞ്ഞ 5 വർഷം 16 തൊട്ട് 21 വരെ ഈ നാടകമൊക്കെ ആടിയിട്ട് 21 തെരഞ്ഞെടുപ്പിലുണ്ടായ സ്ഥിതി അറിയാം. ഇനിയിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരിക. എന്തേ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ മുമ്പ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള നാടകങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഇവർ കരുതുന്നുണ്ടോ? എന്തേ KC വേണുഗോപാലിനെ പറഞ്ഞപ്പം പൊള്ളിയത്? ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് എല്ലാ സംസ്ഥാനത്തും ഓരോ ഘട്ടങ്ങളിലും വിറ്റ് അതിൻ്റെ ചോര കുടിച്ചവനാണ് ഈ KC വേണുഗോപാൽ. കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. BJPയുടെ B ടീമല്ല, ഇന്ന് A ടീമാണ്. BJP അജണ്ടകൾ കേരളത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന BJPയുടെ ചാരനാണ് KC വേണുഗോപാൽ. അതിനൊരു തർക്കവും എന്നെ സംബന്ധിച്ചില്ല. ആ KC വേണുഗോപാലിനെ പറയുമ്പോൾ എന്താ ഇവർ പൊള്ളുന്നത്? അതിന് ഉത്തരമില്ലല്ലോ. സഭയിലില്ലാത്തവരെ കുറിച്ച് പറയാൻ പറ്റില്ല. സഭയിലുള്ളവരായിരുന്നോ ഈ പറഞ്ഞ ആരോപണം? സഭയിലുള്ളവരെ മാത്രം കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തെ എന്തെങ്കിലും ഒരു സംഭവ വികാസം നിയമസഭയിൽ പറയാൻ പറ്റുമോ? പാർലമെൻറ്റിൽ പറയാൻ പറ്റുമോ? അവിടെ ഇരിക്കുന്ന 150 ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമേ പറയാൻ പറ്റൂ. അതെന്താ സംഭവം? ഇങ്ങനെയൊക്കെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക. കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിലെ 140 MLA-മാരുമായി ബന്ധപ്പെട്ട വിഷയമേ പറയാൻ പാടുള്ളൂ. വല്ലതും നടക്കുമോ? ഈ രാജ്യത്തെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച് എന്തെല്ലാം വിഷയങ്ങൾ, ഏതെല്ലാം വ്യക്തികൾ, ഏതെല്ലാം സംഘടനകൾ, ഇതല്ലേ ചർച്ച. എന്നിട്ട് വന്നിട്ട് പറയുക ഒരു നിവൃത്തിയില്ല. ഇവിടെ നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി താങ്കളോട്, ശ്രീ അൻവറിനോട്. നിങ്ങൾ പഴയ സഹപ്രവർത്തകരാണ്, കോൺഗ്രസ്സിൽ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ളവരും ഒക്കെയുണ്ട്, നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ ഉണ്ടാകാം. ഈ ഒരു ഗൗരവമായ വളരെ വലിയൊരു ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ്സിനകത്തെ ഒരു മനോഭാവം എന്താണ്? താങ്കളുടെ ഒരു സ്വകാര്യ സംഭാഷണങ്ങളിലും മറ്റുമൊക്കെ താങ്കൾ ഈ ഉന്നയിച്ചൊരു വിഷയത്തിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കുന്നവർ ആ പാർട്ടിക്കകത്തുണ്ടോ? ഇല്ല, ഈ വിഷയം ഇന്ന് ഞാൻ ഉന്നയിച്ചതിന് ശേഷമാണ് ചില കോൺഗ്രസിൻ്റെ എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ, ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അവരുടെ അടുത്ത് നിന്നൊരു നെഗറ്റീവായ പ്രതികരണം അല്ല ഉണ്ടായത്. അതിപ്പോൾ എനിക്ക് അങ്ങനെ പറയുന്നത്, ഈ വേദിയിൽ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അവർക്കൊക്കെ ഈ പറയുന്ന VD സതീശനെയും KC വേണുഗോപാലിനെയും കൃത്യമായിട്ട് അറിയാം. ഇവരൊക്കെ ഇന്നും ഇന്നലെയും മിനിയാന്നും കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ പറയുന്ന VD സതീശനും അദ്ദേഹത്തിൻ്റെ ഒരു കോർ ടീമുണ്ട് സഭയിൽ. ആ കോർ ടീമും നടത്തിയ പ്രസംഗം ഈ ശബ്ദം മാത്രം കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ അറിയാതെ ആ പ്രസംഗം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് തോന്നും ഇത് BJPയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് പ്രസംഗിക്കുന്നത്. BJPയും കോൺഗ്രസും വേർതിരിവില്ലാത്ത വിധം കേന്ദ്ര ഭരണത്തിന് അനുകൂലമായി, കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായി, ഈ പറയുന്ന RSSനും BJPക്കും അനുകൂലമായി അവരെടുത്ത നിലപാടുകൾ ഈ ഗവൺമെൻറ്റിനെതിരെ 57,000 കോടി രൂപ ഈ സർക്കാരിന് കിട്ടാനില്ലാതെ, തരാനുള്ള പൈസ തരാതെ ഈ സർക്കാരിനെ ഈ പ്രതിസന്ധിയിലാക്കുമ്പോൾ ആ തരാത്തതിനെ ന്യായീകരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. മാത്രമല്ല, ഈ പറയുന്ന ഈ ഗവൺമെൻറ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ കേസാണ്. സുപ്രീം കോടതിയിൽ 4 ദിവസം മുമ്പ് ഈ കേസ് പരിഗണിച്ചു. ഇത്രയും പണം നമുക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് അവസാനത്തെ അത്താണി എന്ന നിലക്കാണ് ഈ ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ വിഷയത്തിൽ സീരിയസ് ആയ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ ആർഗ്യുമെൻറ്റിൽ കഴമ്പുണ്ട്, അതുകൊണ്ട് ഇത് വിശദമായി കേൾക്കണം. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതാണോ ശരി? ഈ BJPയുടെയും RSSൻ്റെയും ഒപ്പം നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കുന്ന VD സതീശൻ പറഞ്ഞതാണോ ശരി? ഇതല്ലേ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം.
ഇവരൊരു ശത്രു രാജ്യത്തെ പോലെ RSSും BJPയും കേന്ദ്ര ഗവൺമെൻറ്റും എങ്ങനെയാണോ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ കാണുന്നത്, അതിൻ്റെ മുൻപന്തിയിലാണ് ഇവർ ഈ നാട് നശിക്കാൻ. ഇപ്പം എന്താ പറയുന്ന 4 മാസത്തെ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്താ കൊടുക്കാൻ കഴിയാത്തത്? ഈ 57,000 കിട്ടാത്തതുകൊണ്ടാണ്. വേണ്ട, 18 മാസം അവർ കൊടുക്കാനല്ലോ, കൊടുത്തല്ലോ 600 വെച്ച്. ആ കാശ് ഇന്ന് നമ്മൾ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഈ 4-5 മാസം കടാകുമായിരുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് അപ്പുറത്ത് പണം തരരുത് എന്ന് പറയുകയും അതിനാവശ്യമായ നിലപാടുകൾ എടുക്കുകയും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത നിലപാടെടുത്തുകൊണ്ട് കേരളത്തിൽ ഇതാ പെൻഷൻ കിട്ടിയില്ല, പെട്രോൾ അടിക്കാൻ കാശില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഇരട്ടട്ടാപ്പ് ജനവഞ്ചന, അതാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ ഏതായാലും ഇന്ന് സഭയ്ക്കകത്തെടുത്തൊരു സ്ട്രാറ്റജിയിൽ പ്രതിപക്ഷ നേതാവിന് ഇനി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനാകുമോ? ഇല്ല, അത് ഇപ്പൊ നോക്കൂ, ശ്രീകുമാറിന്റെ വിശദീകരണത്തിനുള്ള കോൺഗ്രസിന്റെ ബൗദ്ധിക ആചാര്യനാണ് അദ്ദേഹം. തിരക്കഥ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഇയാള് തിരക്കഥ എഴുതി കൊടുക്കലാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പണി. കേസും ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കലുണ്ടെന്ന്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല മുതൽ ഇതുവരെയുള്ള ആളുകൾ ഹൈക്കോടതി കൊടുക്കുന്ന കേസുകളൊക്കെ ഇങ്ങനെ പോകുന്നത്. സഭയ്ക്കുള്ളിൽ എന്നുള്ള സംരക്ഷണം ഉപയോഗിച്ചാണ് PV അൻവർ ആരോപണം ഉന്നയിച്ചതെന്നാണ് ശ്രീകുമാർ പറഞ്ഞു തുടങ്ങിയത്. എവിടുന്നാ പറയുന്ന ഒരു ചാനൽ ചർച്ചയിൽ, PV അൻവർ കൂടെ ലൈവായിട്ട് പങ്കെടുക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ. അങ്ങനെയാണെങ്കിൽ PV അൻവർ ചാനൽ ചർച്ചയ്ക്ക് വരില്ലല്ലോ. എന്തുകൊണ്ട് VD സതീശൻ പ്രതികരിച്ചില്ല എന്നുള്ളതിന് മറുപടി കേട്ടോ നിങ്ങൾ, അത് വലിയ വാർത്തയാവും എന്നാണ്. അപ്പൊ സംഭവം ഉണ്ട്, ഇത് വലിയ വാർത്തയാവും, അതുകൊണ്ട് മിണ്ടണ്ടെന്ന് തീരുമാനിച്ചതാണ്, അല്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണം എന്നുള്ളതല്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സർ, ക്രിയേറ്റീവ് പൊളിറ്റിക്സിന്റെ ആളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു MLA എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ മിണ്ടാതിരിക്കാൻ പാടില്ലല്ലോ. പിന്നെ പറയുന്നത് കേട്ടോ നിങ്ങള്, ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോൾ സ്പീക്കർ ചിരിക്കുകയായിരുന്നു എന്ന്. സ്പീക്കർ ചിരിക്കുകയായിരുന്നിരിക്കാം, പക്ഷെ ബാബു എന്ന് പറഞ്ഞ നിങ്ങളുടെ വേറൊരു നേതാവ് കരയുകയാണ്. ED അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ഈ ആളുകളുടെ പ്രതികരണം എന്നുള്ളത്. സഭയ്ക്കുള്ളിൽ തൽക്കാലത്തേക്ക് VD സതീശന്റെ ആ എന്താ പറയാ പൂഴിക്കടകൻ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചേക്കാം. പക്ഷെ PV അൻവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്, കോടതിയിലേക്ക് ഇറങ്ങുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയുന്ന ആളുകൾ, PV അൻവറിന്റെ സ്വഭാവം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിന്റെ പിറകെ തന്നെ കൂടുകയും ഇത് അവസാനം വരെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ VD സതീശന് ഈ കരയണോ ചിരിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ മാറിയിട്ട് കരയണമെന്ന് തീരുമാനിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി ഇട്ടതിന് ശേഷം ഹാക്ക് ചെയ്തു പോയി എന്ന് പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല ഒരാള് നിവർന്നു നിന്ന് കൃത്യമായ തെളിവുകളോടെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ. ഞാൻ 2 വട്ടം പറഞ്ഞതുപോലെ ഇതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന എല്ലാ തെളിവുകളും ഈ സിൽവർ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കേരളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോണ്ടെക്സ്റ്റ് അവിടെ ഉണ്ട് താനും. CPIM അല്ല, ഈ ചർച്ചയിലേക്ക് കോൺഗ്രസ് വരുന്നില്ല എന്നുള്ളതിൻ്റെ അകത്തും ഇതിന്റെ മുകളിൽ തൊട്ടാൽ അബദ്ധമാവും എന്നുള്ള ഒരു തിരിച്ചറിവും കോൺഗ്രസിനുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജ്യോതികുമാർ ചാമക്കാലൊക്കെ ഇന്ന് വന്നിട്ട് PV അൻവറിനൊക്കെ കാഷ്ണം തുണ്ടമാക്കേണ്ടതാണ്. PV അൻവറിനെതിരെ 100 കൂട്ടം ആരോപണങ്ങൾ ഉയർന്നു വരേണ്ട സമയം കഴിഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനുള്ളിൽ എന്തോ ഉണ്ടെന്നാണ്. പിന്നെ നമുക്ക് വിശ്വാസം വരില്ല VD സതീശൻ ഇങ്ങനെ കൈക്കൂലി വാങ്ങുമെന്ന്, എനിക്കും സംശയമാണ്. പക്ഷേ നോക്കൂ, എനിമോർ ക്വസ്റ്റ്യൻസ്, സുപ്രീം കോർട്ട്, ഇംഗ്ലീഷ്, ഐപാഡ് എന്നൊക്കെ പറയുന്ന ആളുടെ പറമ്പ് അളന്നു നോക്കുമ്പോൾ 50 സെന്റ് സർക്കാരിന്റെ ഭൂമി മതിൽ കെട്ടി തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം മാത്യു കൊഴുനാടൻ എന്താണ് പറയുന്നത്? സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ എടുത്തുള്ളൂ, എനിക്ക് വിരോധമൊന്നുമില്ല എന്നുള്ളത്. നമ്മൾ വിശ്വസിച്ചിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള ചെറുപ്പക്കാരൻ വോട്ടർ ID കാർഡ് ഫേക്ക് ചെയ്യുമെന്ന് നമ്മൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ഇമാതിരി വിട്ടിത്തം, ഇമാതിരി ക്രിമിനൽ സംഗതി ചെയ്യുമോ എന്നുള്ളത്. ഏതോ ഒരു സിനിമയിൽ ഇവരുടെ എന്താ പറയാ രമേശ് പിഷാരടിയുടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അതിസുന്ദരനായ സുമുഖനായ സുശീലനായ ഒരാള് മട്ടുപ്പാവിൽ കഞ്ചാവ് കൃഷി ചെയ്ത് അവസാനം പിടിച്ചു പോകുന്ന, അതുപോലെയാണ് ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിലെ സുമുഖന്മാരായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ. അതുകൊണ്ട് ഇതും വിശ്വസിക്കേണ്ടി വന്നാൽ സത്യമായാൽ വളരെ വലിയ ഒരു ചെറിയ മറുപടി ശ്രീകുമാറിന്റെ കൂടി കേട്ടിട്ട് ഇങ്ങനെ തോന്നും. ശ്രീകുമാർ, ശരത്, ഈ ചാനൽ ചർച്ചകളിൽ ഞാൻ ഈ വ്യക്തികളെ ആക്ഷേപിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ അതിന്റെ മെറിറ്റ് നോക്കിയിട്ട് സംസാരിക്കുന്നുള്ളൂ. ശ്രീ അൻവർ തിരഞ്ഞെടുക്കപ്പെട്ട MLA ജനപ്രതിനിധിയാണ് എല്ലാ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കാരണം നാളെ ഇത് പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുമോ വരണ്ടേ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ഇത് സഭയിൽ ഈ വിഷയം ഉന്നയിച്ചാൽ ഒരു ഗൗരവമില്ലാത്ത വിഷയത്തിൽ ഗൗരവം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് അതിന്റെ അർത്ഥം സതീശൻ ഒളിച്ചോടിപ്പോയെന്നല്ല. ഇത് കേൾക്കുന്ന ഈ ചാനൽ കേൾക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഈ ഇവിടെ മുഖ്യമന്ത്രി മറുപടി പറയാത്തതോ പാർട്ടി മറുപടി പറയാത്തതോ ഒക്കെ നമുക്ക് നാളെ കാണാം. ഓക്കെ നമ്മളെ ഓക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പാർട്ടി വെട്ടിലായിരിക്കുകയാണ്. കാരണം CPM ഒരുപാട് സംവിധാനം ഉണ്ടല്ലോ, ശരി. 150 കോടി രൂപ സതീശന് കൈക്കൂലി കിട്ടിയെങ്കിൽ കണ്ടെത്താനായിട്ട്. അതൊന്ന് സഭയില് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കേണ്ട ഒരു കാര്യമല്ല. ഇതിനു മുമ്പ് എത്രയോ കേരളയിൽ എത്രയോ സമരം കണ്ടതാണ്. തീർച്ചയായും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇനി ഏതായാലും പോകേണ്ടതായിട്ടില്ല. നന്ദി ശ്രീകുമാർ. ഏതായാലും പ്രതിപക്ഷ നേതാവിനെതിരെ ശ്രീ PV അൻവർ താങ്കൾ ആരോപണം ഉന്നയിക്കുന്നു, അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അതിലിപ്പോൾ മുഖ്യമന്ത്രി വീട്ടിലായി എന്ന നിലയിലേക്ക് ഒരു നിരീക്ഷണം ഇപ്പോൾ എത്തി നിൽക്കും. നമുക്ക് ഏതാണ്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. താങ്കൾ ഏതായാലും മുന്നോട്ട് തന്നെയാണോ? തീർച്ചയായിട്ടും മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. കേരളീയ സമൂഹത്തോട് പറഞ്ഞ ഈ ഇത്രയും സീരിയസ് ആയ ഒരു വിഷയം, ഇത് ഞാൻ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. കേരളത്തിലെ ഒരു പൊതുസമൂഹത്തെ വളർന്നു വരുന്ന ഒരു യുവ സമൂഹത്തിൻ്റെ മുഴുവൻ സാധ്യതകളും ഈ എന്താ പറയുക വിറ്റ് കാശാക്കിയ, ശരിക്കും പറയാൻ ഒരു സാമൂഹ്യ വിരുദ്ധനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമല്ലേ നമുക്ക് അതിനെതിരെ പോരാട്ടം നടത്തണ്ടേ? ഈ സമൂഹത്തിനോട് നമുക്ക് ബാധ്യതയില്ലേ? ഈ യുവതലമുറയോട് ബാധ്യതയില്ലേ? ആ ബാധ്യത ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നന്ദി ശ്രീ PV അൻവർ, ശ്രീ N. ശ്രീകുമാർ, ഡോക്ടർ പ്രേംകുമാർ ഞങ്ങളുമായി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.